Hey all, hope you all doing good. എനിക്കറിയാം ഞാനതിൽ വീഡിയോ ഇട്ട് കുറച്ചായി. ലൈക്ക് ഐ വാസ് നോട്ട് ദാറ്റ് ഓക്കെ. ലൈക്ക് ഒരു വാക്കോടൊന്നും വാക്കോടൊന്നും മുടക്കത്തില്ല. ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്ത് അത് പോസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മെൻറ്റാലിറ്റിയിലല്ലായിരുന്നു. ഇപ്പോഴും അല്ല, എന്നാലും വി ഗോറ ഡു വാട്ട് വി ഗോറ ഡു റൈറ്റ്. സോ യാ, നമുക്കിപ്പം എന്തൊക്കെ ഇഷ്യൂ വന്നാലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. സോ യാ, അപ്പം ഇന്ന് എന്തായാലും ഞാൻ ഇവിടെ വീട്ടിൽ വർക്കൗട്ട് ചെയ്യാന്ന് വിചാരിച്ചു. കുറച്ച് ദിവസം എനിക്ക് പനിയും കൂടെ അടിച്ചു എൻ്റെ കൂടെ. സോ യാ, സോ ഗൈസ്, ഹിയർ വി സ്റ്റാർട്ടിങ് അവർ വർക്കൗട്ട് വിത്ത് ബേസിക് സ്ട്രെച്ചിങ് ആൻഡ് വാം അപ്പ്. ജിമ്മിലല്ലെങ്കിൽ വർക്കൗട്ടിനകത്ത് നിങ്ങൾ എത്ര ലേറ്റ് ആയാലും പ്രോപ്പർ സ്ട്രെച്ചിങ്ങും വാം അപ്പും മസ്റ്റ് ആയിട്ട് ചെയ്യുക. ഓക്കെ, ഇറ്റ് ക്യാൻ സിഗ്നിഫിക്കൻ്റ്ലി റെഡ്യൂസ് യുവർ റിസ്ക് ഓഫ് ഇഞ്ചുറീസ്. ഓ യാ, സ്കിപ്പ് ചെയ്യാതിരിക്കുക, ഡോണ്ട് സ്കിപ്പ് ഇറ്റ്. So guys, we are starting off with normal jumps for 5 minutes, followed by jumping jacks for 3 minutes, 3 sets. Jumping jacks are especially useful because they improve footwork, coordination, rhythm, and overall conditioning. Next is burpees, 50 into 4 sets. Burpees are one of the best full body exercises for fighters. They build explosive power, improve cardiovascular endurance, and train your body to recover quickly between high intensity efforts. Every rep works your legs, core, chest, shoulders, and arms, making them an excellent conditioning exercise. It also burns a lot of calories while improving speed, coordination, and mental toughness. If you want better fight conditioning and the ability to keep pushing when you are exhausted, burpees should be a part of your training. ഇത് കാണുമ്പോൾ കുറേ പേർക്ക് തോന്നും ഞാൻ ചെയ്യുന്ന മിസ്റ്റേക്കാണ്, ഇത് പുഷപ്പ് ചെയ്തല്ലേ ചെയ്യാനുള്ളത്, അങ്ങനെ ചിലർക്ക് തോന്നാം. സോ അവർക്ക് വേണ്ടിയിട്ടാണ് ലൈക്ക് ഇറ്റ് ഹാസ് സോ മെനി വേരിയേഷൻസ് ബർപ്പീസ്. ലൈക്ക് ബർപ്പീസിൽ ജമ്പിങ് പ്ലസ് പുഷപ്സ് ഉണ്ട്, ജമ്പിങ് പ്ലസ് ഹിപ്പ് ത്രസ്റ്റ് ഉണ്ട്, ജമ്പിങ് പ്ലസ് കോബർ സ്ട്രെച്ച് ഉണ്ട്, പിന്നെ വേറെ ജമ്പ് ചെയ്ത് ടക്ക് ജമ്പൊക്കെ ചെയ്യുന്ന വേറെ വേരിയേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ ഒരു കേസ്. ഓക്കെ, അങ്ങനെ നമ്മളുടെ ബർപ്പീസ് ഇവിടെ കഴിഞ്ഞു. അടുത്ത നമുക്ക് സ്പ്രിൻറ്റിങ് ചെയ്യാം. ഓക്കെ, സ്പ്രിൻറ്റിങ് നോർമൽ സ്പ്രിൻറ്റിങ് അല്ല, ലൈക്ക് ഹിൽ സ്പ്രിൻ്റ് എന്ന് പറയും. എൻ്റെ വീടിൻ്റെ ഇവിടെ ഒരു ചെറിയൊരു ഇറക്കം പോലെ ഉണ്ട്, അത്യാവശ്യം കയറ്റമാണ്, അവിടെ ഒന്ന് സ്പ്രിൻറ്റിങ്. ഓക്കെ, the next one is hill sprints for 10 rounds. The incline forces your body to generate more force with each step, which can help strengthen your legs and improve acceleration. Hill sprints build explosive power while placing less impact on your knees and hips than all-out flat ground sprints, making them an excellent conditioning tool for fighters. Yeah, I know my ass is looking pretty good, so please stop looking at it and focus on the workout. നമ്മൾ എപ്പോൾ സ്പ്രിൻറ്റ് ചെയ്താലും റണ്ണിങ് ആണെങ്കിൽ പോലും ഒരിക്കലും സഡൻലി സ്റ്റോപ്പ് ചെയ്യരുത്. ജസ്റ്റ് കുറച്ച് നേരം പയ്യെ ജോഗ് ചെയ്യുക, then കുറച്ച് നേരം നടക്കുക. ഓക്കെ, ബിഗിനേഴ്സ് ആണെങ്കിൽ മസ്റ്റ് ആയിട്ട് ഇത് ചെയ്യിക്കണം. So next one is dumbbell squat thrusters 25 into 4. It's a kidilam powerful full body exercise that combines squat with an overhead press. It builds leg strength, explosive power, shoulder endurance, and core stability, all in one moment. Man, ഇപ്പോൾ ഫൈറ്റേഴ്സിൻ്റെ ഇത് പറയാനാണെങ്കിലും ദിസ് തിങ് ഇംപ്രൂവ്സ് ടോട്ടൽ ബോഡി കോർഡിനേഷൻ, കണ്ടീഷനിങ് ആൻഡ് ദ എബിലിറ്റി ടു ജനറേറ്റ് ഫോഴ്സ് ഫ്രം ദ ഗ്രൗണ്ട് ത്രൂ ദ അപ്പർ ബോഡി. It also burns a lot of calories while building the strength and endurance needed to perform under fatigue. സോ യാ, ഒരു പൊളി വർക്കൗട്ടാണ്, ഞാൻ ചെയ്ത് യൂസ് ഉണ്ടായിട്ടുള്ള വർക്കൗട്ടാണ്. ഞാൻ ഇപ്പോൾ ജിമ്മിൽ ചെയ്യാറുള്ളപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഹെവി വെയിറ്റ് ഇട്ടാണ് ചെയ്യാറുള്ളത്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഇത്ര ഡമ്പലേ ഉള്ളതുകൊണ്ടാണ്, 5 kg ഡമ്പലേ ഉള്ളതുകൊണ്ടാണ് ഞാൻ അതിൽ ചെയ്യുന്നത്. സോ ആൻഡ് വി ആർ ഫിനിഷിങ് വിത്ത് നെക്കിൾ പുഷപ്സ്. നെക്കിൾ പുഷപ്സിൻ്റെ കാര്യം പിന്നെ ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ അവരോട്. നമ്മളുടെ റിസ്റ്റും നെക്കിൾസൊക്കെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് വർക്കൗട്ടാണിത്. ഞാൻ മാർഷൽ ആർട്സിൽ വന്നിട്ട് ഇപ്പോൾ 12 years ആയി. 12 years ആയിട്ട് ഞാൻ ചെയ്യുന്നൊരു എക്സസൈസാണിത്. ആൻഡ് ഗൈസ്, വൺ മോർ തിങ്, ഞാൻ സ്പ്രിൻറ്റിങ് കഴിഞ്ഞിട്ട് ഒരു 3 minutes 5 rounds ഷാഡോ ബോക്സിങ് കൂടെ ചെയ്തിരുന്നു. അത് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല, വീട്ടിൽ ചെറിയൊരു ആവശ്യം കാരണം.
നിങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് കൂൾ ഡൗൺ ചെയ്യാൻ ശ്രമിക്കുകയല്ല കൂൾ ഡൗൺ ചെയ്യുക. ഓക്കെ, ഞാൻ ഇതിപ്പം ഇൻക്ലൂഡ് ചെയ്യുന്നില്ല ഇതിൽ, കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞുകൊണ്ട്. I know you guys can hear the lack of energy in my voice. Yeah, I'm still dealing with some wheezing and slight fever. Yeah. ഞാൻ മോർണിംഗ് വർക്കൗട്ട് കൊണ്ട് തുടങ്ങും. ആ സമയത്ത് ഞാൻ കണ്ടിന്യൂസ് വീഡിയോ ഇടുന്നതായിരിക്കും. ജിമ്മിൽ ഇടയ്ക്ക് ഇടാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ ഇതേപോലെ മോർണിംഗ് വർക്കൗട്ട്, മോർണിംഗ് സെഷനും പിന്നെ അല്ലാതെ തന്നെ എന്തോന്നാണ് ഇവിടെയൊക്കെ ചെയ്യുന്നതും ഒക്കെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇപ്പം എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പ്രോബ്ലംസൊക്കെ ലൈക്ക് ഞാൻ അതിപ്പോൾ മൈൻഡ് ചെയ്യുന്നില്ല. ലൈക്ക് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അത്ര തന്നെ. ഓക്കെ, ജിമ്മിൽ പോകുന്നതെന്ന് വെച്ചാൽ മെയിനായിട്ട് അവിടെ ചിലപ്പോൾ ഇടാൻ തോന്നത്തില്ല, ഭയങ്കര ടയർഡായി പോകും, കോച്ച് കൊല്ലും അവിടെ ഇട്ടിട്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ എടുക്കാനുള്ള ഒരു മൈൻഡും പോകത്തില്ല, എനർജിയും വരത്തില്ല. എപ്പോഴെങ്കിലും ഫ്രീ ആയിട്ടുള്ള സമയത്ത് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒക്കെ എടുക്കുന്നതായിരിക്കും. യാ സോ യാ ദാറ്റ്സ് ഓൾ.